സമൂസ, കട്ട്ലേറ്റ്, പഫ്സ്, അങ്ങനെ ഒരുപാട് പലഹാരങ്ങളുണ്ട്. ഇത് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കൊതി തോന്നുന്ന ഭക്ഷണമാണ്. പക്ഷേ നമ്മൾ വെയിറ്റ് ലോസിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുമ്പോഴൊക്കെ ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ എത്ര കാലറീസ് ഉണ്ട്? അതുപോലെ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തടി വെക്കുമോ? വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ ഡയറീസ്. അപ്പോൾ ഞാൻ ഏഞ്ചലിൻ. ഞാൻ കൂടുതലായിട്ട് വെയിറ്റ് ലോസ് ടോപ്പിക്സ് ചെയ്യുന്നു, അതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ ടോപ്പിക്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപൂർവമായിട്ട് ചില ട്രാവലോഗ്സും കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതൊന്നും ഞാൻ കഴിക്കരുത് എന്ന് ഒരിക്കലും പറയില്ല. കാരണം എനിക്കറിയാം, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടും. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടവും അല്ലെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ. അപ്പോൾ ഒരിക്കലും ഞാൻ പറയില്ല വെയിറ്റ് ലോസിന് വേണ്ടി ഇന്ന ഒരു ഭക്ഷണം കഴിക്കരുത്, ഇന്നൊരു ഭക്ഷണം കഴിക്കണം എന്നൊന്നും ഞാൻ ഒരു റെസ്ട്രിക്ഷൻസും പറയില്ല. പക്ഷേ എന്താണ് ഈ വലിയ പക്ഷേ എന്നല്ലേ, നമുക്ക് എന്തും കഴിക്കാം. വെയിറ്റ് ലോസ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ഭക്ഷണത്തിനോടും നോ പറയേണ്ട കാര്യമില്ല, ഒരു ഭക്ഷണവും നമ്മൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം, നമുക്കൊരു ലിമിറ്റേഷൻസ് വേണം. ഇപ്പം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇതുപോലെ ഞാൻ പറഞ്ഞൊരു പലഹാരം കഴിക്കാൻ തോന്നി, കഴിക്കാം, കുഴപ്പമില്ല. അപ്പം അതിൽ തന്നെ കുറച്ച് കാലറി കുറവായിട്ടുള്ള പലഹാരം ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ കുറേ ദിവസം ഇതൊന്നും കഴിക്കാതിരിക്കും, നമുക്ക് കഴിക്കാൻ തോന്നിയാലും ഇടയ്ക്ക് ഒരെണ്ണം കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല, അതുകൊണ്ടൊന്നും വലിയ പ്രശ്നം വരുന്നില്ല. ഇനിയിപ്പോൾ എങ്ങാനും ഇത് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും തടി കൂടാൻ പോകുന്നില്ല. പക്ഷെ ഇനി എങ്ങാനും നമ്മളത് കഴിച്ചു തടി കൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അത് കുറയ്ക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സാധനവും നമ്മൾ വേണ്ട എന്ന് വെക്കേണ്ട കാര്യം ഒരിക്കലുമില്ല. അതുപോലെ നമ്മുടെ കാലറീസിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. അപ്പൊ ഓരോന്നും നമ്മൾ കഴിക്കുമ്പോഴും അതിന് എത്ര കാലറീസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കി വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ദിവസം 1000 കലോറിയാണ് കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, തടി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ 1000 കലോറിയാണ് കഴിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു പഴംപൊരി ഏകദേശം ഒരു 150 കലോറിയുടെ അടുത്തൊക്കെ ഉണ്ട്. അപ്പൊ 150 കലോറി ഞാൻ പഴംപൊരി കഴിച്ചു എന്നുണ്ടെങ്കിൽ ബാക്കി എൻ്റെ കലോറീസ് നല്ലതായിട്ട് കഴിക്കാൻ നോക്കുക, ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കുക. ബാക്കി കലോറീസിൽ ഈ 150 കഴിച്ചിട്ട് ബാക്കി മാത്രം കഴിക്കാൻ നോക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റ് 1000 കാലറീസിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെ അത്രയേ ഉള്ളൂ. നമുക്ക് കഴിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല, ഇതൊന്നും ഒരുപാട് കഴിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഇത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓയിൽ കണ്ടന്റ് കയറും, നമ്മുടെ കാലറി നമ്മൾ വിചാരിച്ചോടത്ത് നിൽക്കില്ല, നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ഈ കാലറി മീറ്റ് ചെയ്യേണ്ടി വരും. അത് ഒരിക്കലും ചെയ്യരുത്, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഹെൽത്തിനോട് നമ്മൾ ചെയ്യുന്ന ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കഴിക്കരുത് എന്നല്ല, വല്ലപ്പോഴും നിങ്ങൾക്ക് കഴിക്കാം, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് കൺട്രോൾഡ് ആയിരിക്കണം. അത് കുറച്ച് കാലം കഴിയുമ്പോഴൊക്കെ ഇടയ്ക്ക് ഒരെണ്ണം കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ കലോറി മൈൻഡിൽ വേണം. അതുപോലെ നമ്മൾ വെയിറ്റ് ലോസിലാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ മൈൻഡിൽ വേണം. കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ കാലറീസ് പറയാം, ഓരോ ഭക്ഷണത്തിൻ്റെയും കാലറീസ് പറയാം. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ഡിസ്ക്ലൈമർ പോലെ ഞാൻ പറയാണ്, നമുക്ക് കാലറീസ് നമ്മൾ ഓരോ ഇതിൽ നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വാരി ചെയ്തിട്ടൊക്കെ നിൽക്കും. അപ്പോൾ അത് നിങ്ങൾ വേറെ ഇതിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലുമൊക്കെ ഞാൻ ഇതിൽ പറയാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇതിൻ്റെയൊക്കെ കലോറി അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തിഫൈ മീ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഫുഡ് ട്രാക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് കാലറീസ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഹെൽത്തിഫൈ മീയിൽ ചിലത് നോക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ കൂടുതലാണ് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ഗൂഗിളിലും സെർച്ച് ചെയ്യും. അപ്പോൾ രണ്ടും കൂടി ഏകദേശം ഇത് നോക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതിൽ തന്നെ ഞാൻ ഈ പറയുന്ന വീഡിയോ മുഴുവൻ കാണണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിൽ പോയി ചെക്ക് ചെയ്താലും മതി. ആദ്യം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, പരിപ്പ് വട.
പരിപ്പ് വടയിൽ ഓൾമോസ്റ്റ് 94 കലോറി ഉണ്ട്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി ചെയ്യും, എന്നാലും ഒരു ഓൾമോസ്റ്റ് 94 കലോറി ഉണ്ട്. അത് ഏകദേശം നമ്മളൊരു ദോശ ഒക്കെ കഴിക്കുന്നതിന് ഈക്വൽ ആണ്. ഒരു അരിദോശ നമ്മൾ ഒരെണ്ണം കഴിക്കുന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കാലറിയാണ് 94 കലോറി എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കലോറി ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ഒക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1-2 ദോശയ്ക്ക് നമ്മൾ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം ആ റേഞ്ചിൽ ഇത് പിടിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉഴുന്നുവടയാണ്. അപ്പോൾ ഉഴുന്നുവടയ്ക്കകത്ത് 50 കാലറി ആണ് പറയുന്നത്. അത്ര കാലറി ഇല്ല, കുറച്ച് കുറവാണ് അതിൻ്റെ അകത്ത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പഴംപൊരിയാണ്. പഴംപൊരിക്കകത്ത് ഹൈ കാലറീസ് ആണ്, 163 കാലറിയാണ് ഒരു ചെറിയ പഴംപൊരിക്കകത്തുള്ളത്. അത് അത്യാവശ്യം കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ വെയിറ്റ് ലോസിലോട്ടൊക്കെ വരുമ്പോൾ ഞാനൊക്കെ ശരിക്കും രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ദോശ, അതിൻ്റെ കൂടെ വല്ല സാമ്പാറോ ചട്നി അങ്ങനെ എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ചായ, അങ്ങനെ. ഇത് കഴിക്കുമ്പോൾ തന്നെ ഏകദേശം 300 കലോറിക്കകത്ത് വരും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി കലോറി, നമ്മളൊരു മീലിൻ്റെ ഒരു പകുതി കലോറി ഒരു ചെറിയ പഴംപൊരിക്കകത്ത് തന്നെ പോവുകയാണ്. കാരണം പഴം കുറച്ച് ഹൈ കാലറി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, പഴത്തിൻ്റെ അകത്ത് കാലറി കൂടുതലാണ്. കൂടാതെ ഇത് നമ്മൾ മൈദ, എണ്ണ ഒക്കെ വരുമ്പോൾ കുറച്ച് കാലറി കൂടുതലാണ്. കഴിക്കരുത് എന്നല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ നമ്മളത് കൺട്രോൾ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. ഇനി പറയാനുള്ളത് ബജികളാണ്. അപ്പം മുളക് ബജി ഏകദേശം പരിപ്പുവട പോലെ തന്നെയാണ്, ഏകദേശം 94 കലോറിയുടെ അകത്തൊക്കെ ഉണ്ട്. പിന്നെ വരുന്നത് കായ ബജി, അതിൻ്റെ അകത്ത് ഏകദേശം 100 കലോറി ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഇത് വരുന്നത് മുട്ട ബജിയാണ്, അതിൻ്റെ അകത്ത് 112 കലോറി ഉണ്ട്. കൂടുതൽ തന്നെയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. എഗെയിൻ നിങ്ങൾക്ക് കഴിക്കാം. കട്ട്ലെറ്റ്സ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്, എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. എല്ലാം എനിക്കിഷ്ടമാണ്, വെജ് ആയാലും ചിക്കൻ ആയാലും എല്ലാം. അപ്പം വെജ് കട്ട്ലെറ്റിൻ്റെ അകത്ത് 103 കാലറീസ് ആണുള്ളത്. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ 146 കലോറീസ്. ആൻഡ് ബീഫ് കട്ട്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 160 കാലറീസിൻ്റെ അടുത്തുണ്ട്. ഹൈ കാലറീസ് ആണ്, എഗെയിൻ നല്ല കാലറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാഫ് പോർഷനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. ഉള്ളിവടയ്ക്കകത്ത് 50 കലോറിയേ ഉള്ളൂ, അപ്പോൾ അത്ര അധികം കലോറി വരുന്നില്ല. ഇനി സമൂസ, അതിൻ്റെ അകത്ത് 260 കാലറി എന്നാണ് പറയുന്നത്. ഞാനും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇത്ര കാലറി എങ്ങനെ വരുന്നു എന്ന്. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കി, എല്ലായിടത്തും ഇത്ര കാലറീസ് കാണിക്കുന്നുണ്ട്. സമൂസ ഹൈ കാലറി ആണെന്നാണ് പറയുന്നത്. 260 കാലറീസ് ആണ് പറയുന്നത്. ഏകദേശം നമ്മൾ ഒരു മീൽ എന്ന് പറയുന്നത് ഞാനൊക്കെ ഒരു 300 ആണ് ഞാൻ കഴിക്കാറ്. അപ്പം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം അല്ല അതിൽ കൂടുതലും ഇത് ഫില്ലായി കഴിഞ്ഞു. അപ്പം നമുക്ക് പിന്നെ ഒന്നും കഴിക്കാനില്ലാത്തൊരവസ്ഥയാണ്, എന്നാൽ നമ്മുടെ വിശപ്പ് മാറുമില്ല. അപ്പം സമൂസ ഇച്ചിരി ഹൈ കാലറി ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്തത് ബോണ്ടയാണ്. ബോണ്ടയ്ക്കകത്ത് 75 കാലറീസ് ഉണ്ട്. സുഗീൻ്റെ അകത്ത് 90 കാലറീസ് ഉണ്ട്. കാരണം അത് ചെറുപയറാണ്. ചെറുപയർ ഇച്ചിരി കാലറി കൂടിയ ഒരു സാധനമാണ്, അതുകൊണ്ടാണ് സുഗിയനിൽ കുറച്ച് കാലറി കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ ചിക്കൻ പഫ്സ്, അതിൻ്റെ അകത്ത് 211 കാലറി ഉണ്ട്. എഗെയിൻ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ചട്ടിപ്പത്തിരി എന്ന് പറയും, അതിൻ്റെ അകത്ത് 177 കാലറിയാണുള്ളത്. അത്യാവശ്യം ഹൈ കാലറി തന്നെയാണ്. പിന്നെ നമ്മുടെ ഒരു ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പലഹാരമാണ് കുഴലപ്പം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 160 കാലറി ഉണ്ട്. പിന്നെ വരുന്ന ഒരു ഇതാണ് അച്ചപ്പം എന്ന് പറയുന്നത്. അച്ചപ്പത്തിൻ്റെ അകത്ത് അത്രയില്ല, 60 ഉള്ളൂ. പിന്നെ അതിൽ വരുന്ന ഒരു സാധനമാണ് കുഴിയപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് 156 കാലറീസ് ആണ്. കുഴിയപ്പത്തിന് വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അടുത്തത് വറവുകളാണ്. അപ്പം ചക്കവറവ് നമ്മളൊരു ചെറിയ ബൗള്, നമ്മൾ പിക്കിളൊക്കെ എടുക്കുന്ന ചെറിയ ബൗളിൽ അതിൻ്റെ അകത്ത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 150 കാലറീസ് ഉണ്ട്. അത്യാവശ്യം കാലറി കൂടിയ ഒരു സാധനം തന്നെയാണ്. പിന്നെ മിച്ചർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അത് ഒരു ടേബിൾ സ്പൂണിൽ 43 കാലറി ഉണ്ട്. നമ്മൾ വല്ലവരും ഒരു ടേബിൾ സ്പൂണിൽ നിർത്തോ? ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കും. നമുക്ക് ഒരു ടേബിൾ സ്പൂണിലൊന്നും ഒരിക്കലും നിർത്താൻ പറ്റില്ല. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ. ഒരു ടേബിൾ സ്പൂണിൻ്റെ അകത്ത്, ഒരു സ്പൂണിൻ്റെ അകത്ത് 43 കാലറിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ 1 സ്പൂണോ 2 സ്പൂണോ എടുത്തൊരു ഇതിൽ കൊണ്ടുവന്ന് വെക്കുക. അത് മാത്രം കഴിക്കുക. അത് നമ്മുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ തിന്ന് തീർക്കും. സോ ഒരു കൺട്രോൾ കിട്ടാത്തൊരു സാധനമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാം. പിന്നെ കൊക്കുവട എന്ന് ഞാൻ പറയും, എനിക്കറിയില്ല അതിന് വേറെ നെയിം ഉണ്ടോയെന്ന്. നമ്മുടെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് 93 കാലറീസ് ആണുള്ളത് ഒരു ചെറിയ ബൗളിൻ്റെ അകത്ത്. പിന്നെ വെട്ടി കേക്ക് എന്ന്
നമ്മൾ ചായക്കടയിലൊക്കെ ഇരിക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് 60 കലറി ഉണ്ട് ഒരെണ്ണത്തിൻ്റെ അകത്ത്. പിന്നെ ഉന്നക്കായ എന്ന് പറഞ്ഞിട്ടൊരു പലഹാരമാണ്. ഞാനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഈ വെട്ടിക്കേക്ക് ഉന്നക്കായ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അത്ര ഞാനിവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം എന്നാലും അതിൻ്റെ അകത്ത് 142 കാലറീസ് ഉണ്ട്. അത്യാവശ്യം കാലറി കൂടുതലാണ്. പിന്നെ ഒരു സാധനമാണ് കൊഴുക്കട്ട എന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈസ്റ്ററിന് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വല്ലപ്പോഴും കഴിക്കുന്നുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അത്ര ബോദർ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് 40 കലറിയാണ് ഉള്ളത്. നെക്സ്റ്റ് ഒരു സാധനമാണ് നെയ്യപ്പം. അതിൻ്റെ അകത്ത് 100 കാലറീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ശർക്കര വരട്ടിക്കകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒരെണ്ണമാണ്ടോ ഞാൻ പറയുന്നത്, ഒരു ശർക്കര വരട്ടി പീസിൻ്റെ അകത്ത് 11 കാലറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻടേക്ക് കൺട്രോൾ ചെയ്യുക. ഒരെണ്ണത്തിൻ്റെ അകത്ത് 11 കാലറീസ് ഉണ്ട്. പിന്നെ ഒരു സാധനമാണ് വട്ടയപ്പം. ഇതിനൊക്കെ വേറെ പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വട്ടയപ്പത്തിൻ്റെ അകത്ത് ഒരു വലിയൊരു പീസിൻ്റെ അകത്ത് 60 കാലറീസ് ആണുള്ളത്. അത്ര കുഴപ്പമില്ല. ഇതൊരു ഹെൽത്തിയാണ്, കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. പിന്നെ മുറുക്കിൻ്റെ അകത്തും 60 കാലറീസ് ആണുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പലഹാരങ്ങൾ എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതിൽ ഞാൻ കുറച്ചൊക്കെ വിട്ടു പോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. കാരണം ഞങ്ങളുടെ ഭാഗത്തുള്ള കുറേ പലഹാരങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മറ്റ് ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ, ഞാൻ തൃശ്ശൂർ സൈഡാണ്, അപ്പോൾ മറ്റ് ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പലഹാരങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ആ സൈഡിലൊക്കെ ഒരുപാട് പലഹാരങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നിങ്ങൾക്ക് എന്തിൻ്റെ അറിയാത്തതാണ്, ഏതിൻ്റെ കലറി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലോ ഹെൽത്തി ഫാമിൽ ഏതിലെങ്കിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. എഗെയിൻ ഞാൻ പറയാണ്, കഴിക്കരുതെന്ന് ഞാൻ പറയില്ല. കൺട്രോൾ ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ പോർഷൻസ് എടുക്കുക. പിന്നെ ഇപ്പോൾ ഒരു പഴംപൊരിയൊക്കെ കിട്ടിയാൽ അതിൻ്റെ പകുതി കഴിക്കാൻ നോക്കുക. അങ്ങനെ ഒരിക്കലും നമ്മൾ ഇഷ്ടം വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് അളവ് കുറച്ച് കൺട്രോൾഡ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.